ഞാനൊരു ഷോക്കിംഗ് ഫാക്ട് പറയട്ടെ. 300 നിയർ മിസ് സംഭവങ്ങളുണ്ടെങ്കിൽ ഒടുവിൽ ഒരു വലിയ ആക്സിഡൻറ്റ് ഉറപ്പാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നിലുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ എറർ തന്നെയാണ്. അതായത് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ പലപ്പോഴും ചെറിയ ചെറിയ നിയർ മിസ്സിങ് സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു പോകും. പക്ഷേ നമ്മൾ അതിനെ അവഗണിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അത് വലിയൊരു ആക്സിഡൻ്റായിട്ട് മാറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ സേഫ്റ്റി സ്റ്റഡീസൊക്കെ പറയുന്നത് 300 നിയർ മിസ് സംഭവങ്ങളുണ്ടെങ്കിൽ അതിൽ 29 ചെറിയ പരിക്കുകളുണ്ടാവാം. ഒടുവിൽ ഒരു വലിയ അപകടം വരെ സംഭവിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനുഷ്യരുടെ തെറ്റുകൾ സാധാരണയായിട്ട് 3 രീതിയിലാണ് ഉണ്ടാകുന്നത്. 1 സ്ലിപ്പ്, 2 ലാപ്സ്, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക്. സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധക്കുറവുകൊണ്ടുണ്ടാകുന്ന തെറ്റിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ മറന്നു പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കർ മെഷീൻ റിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ അവിടെ ലോക്കൗട്ട് ആൻഡ് ടാഗൗട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവനത് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തെയാണ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയായി അറിയാതെ ഒരു തെറ്റായ തീരുമാനം എടുക്കുന്നതിനെയാണ് നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കറിയാവോ, ഇൻഡസ്ട്രിയിലെ പല അപകടങ്ങളും ഇത്തരത്തിലുള്ള ചെറിയ ഹ്യൂമൻ എറർ കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു നിയർ മിസ് സംഭവിച്ചാൽ അതൊരു ചെറിയ കാര്യമല്ലേ എന്ന് കരുതിയിട്ട് വിട്ടുകളയരുത്. ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. സേഫ്റ്റി റൂൾസ് കൃത്യമായി പാലിക്കുകയും ചെയ്യണം. അപ്പോൾ ഓർക്കുക, സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്കല്ല, അത് നമ്മൾ ദിവസവും പാലിക്കേണ്ട ഒരു ഹാബിറ്റാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്.